ശരി. അപ്പൊ നമ്മള് വിശേഷിക്കാതിരിക്കണെങ്കിൽ നമ്മൾ നന്നായി കെയർ ചെയ്യണം. ആദ്യത്തെ മാസത്തൊക്കെ നല്ല വിശ്രമം വേണം. അത് കുഴപ്പമില്ല. ആദ്യത്തെ ഘട്ടത്തിലൊക്കെ നമുക്ക് കുറച്ച് ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മോളിവിടെ ഇരിക്കും, ക്ഷീണിച്ചിട്ട് ഇരിക്കണ്ടേ, ഇരുന്നോളോട്ടാ. അപ്പൊ മോളെ എപ്പോഴും ഛർദിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാതിരിക്കാൻ പാടില്ല. നമ്മള് 2 പേർക്കുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. അമ്മ ശ്രദ്ധിക്കണം, ഇടയ്ക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടണ്ടേ, വേണ്ടേ? അതല്ല നമ്മുടെ ആഗ്രഹം. അപ്പൊ നമ്മുടെ ഛർദി ക്ഷീണമൊക്കെ നമ്മൾ മറക്കണം. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മള് അയഡിൻ ചേർത്ത് ഉപ്പ് അടങ്ങിയ ഭക്ഷണം വേണം നന്നായി കഴിക്കാനായിട്ടാ. പിന്നെ നല്ല വിശ്രമം വേണം. വിചാരിച്ച എപ്പോഴും വിശ്രമിപ്പിക്കണ്ട, കുറേശ്ശൊക്കെ ഒന്ന് ഏൽപ്പിച്ച് നോക്കണം. വിശ്രമം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറങ്ങിയാലും നമുക്ക് ശരിയാവില്ല. അപ്പൊ അതുപോലെ കൃത്യമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കാര്യങ്ങൾ എടുക്കണം. പിന്നെ നമുക്ക് വെയിറ്റ് കൂടണം. അതൊക്കെ ചെയ്യണം. 1 മാസം നമുക്ക് ആന്റിനേറ്റൽ ചെക്കപ്പ് ഒക്കെ നടത്തണം. അത് മറക്കരുത് കേട്ടാ ചേട്ടൻ. നല്ല ആരെ കഴിക്കുന്ന ചേട്ടൻ കഴിപ്പിച്ച കാര്യമില്ല കേട്ടാ. എല്ലാവരും അമ്മ ശ്രദ്ധിക്കണം. ഈ ഫുഡ് അളവ് കറക്റ്റ് തരണത് ഈ ഗർഭിണിക്ക് മാത്രം കൊടുക്കണം. നിങ്ങള് ഈ തരണത് എല്ലാവരും കൂടി കഴിച്ചിട്ട് ഫുഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിളിക്കരുതിട്ടാ. അതങ്ങനെ വെച്ചില്ല, ഒരളവുണ്ട്. ആ അളവ് വെച്ച് മാത്രം നമ്മൾ കഴിക്കണം. അതാണ് ഡേറ്റ് ആവുന്ന മോളെ നോക്കിണ്ടാവില്ല. പറയാട്ടാ ടീച്ചർ, ഡേറ്റ് ടീച്ചർ വിളിക്കാം. ശരി. പിന്നെ ആദ്യത്തെ പ്രസവത്തിന് നമുക്ക് PMIയുടെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. ആ പ്രസവാനുകൂല്യത്തിന് വേണ്ടിയിട്ടാ. പിന്നെ അത് ടീച്ചറൊക്കെ ശരിയാക്കട്ടെ. അതിന് കുറച്ച് പണിയുണ്ട്. അത് തിരിഞ്ഞപ്പോ വന്ന് കയറി കുറച്ച് പണിയുണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കട്ടെ. പ്രസവം കഴിയും കിട്ടും.